ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വളരെ റെയറായിട്ടുള്ള കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റാണ് അഗ്ലോണിമ പേൾ ഓഫ് മെലോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കേട്ടോ. ഇത് വളരെ റെയറായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇപ്പോൾ കൂടുതൽ ആളുടെ കയ്യിലൊന്നും ഇല്ലാത്തൊരു പ്ലാന്റാണ്. ഇതിന് 1-2 ഷൂട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് കേട്ടോ. ഒരു പിങ്ക് കളർ ലീഫാണ്, അതേപോലെ തന്നെ ഒരു ഗ്രീൻ കളറും ഒക്കെ ആയിട്ടാണ് ഇത് ഫസ്റ്റിൽ വരുന്നത്. പിന്നെ നല്ല പിങ്ക് കളറിലാണ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് പേൾ ഓഫ് മെലോ. അത്യാവശ്യം റേറ്റുള്ള ഒരു പ്ലാന്റാണ് അത് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് അന്തിനി എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് അഗ്ലോണിമ അന്തിനി. ഇതും നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്, വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ലീഫിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഇതേപോലെ നല്ല പിങ്ക് കളറായിട്ടും അതേപോലെ ഗ്രീൻ ആയിട്ടുള്ളൊക്കെ ഒരു പാറ്റേണും ഡിസൈനും ഒക്കെയാണ് ഈ ഒരു പ്ലാന്റിനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്തരം പ്ലാന്റുകളൊക്കെ വളരെ അധികമൊന്നും എല്ലാവരുടെ കയ്യിലും ഇല്ലാത്ത പ്ലാന്റുകളാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന പ്ലാന്റാണ് ഫയർ റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. അത് നല്ല റെഡ് കളറാണ് കേട്ടോ. ഈ ഒരു ലീഫിലിങ്ങനെ ഒരു യെല്ലോയും ഗ്രീനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ലീഫുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനുള്ളത്. അപ്പോൾ ഇതാണ് ഫയർ റെഡ്. ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇപ്പോൾ മഴയൊക്കെ ആയിട്ടാണ് കേട്ടോ, അതേ വേരൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഇനി കുറച്ചൊരു വളം കൂടെ ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന് കുറച്ച് മണലും എന്തെങ്കിലും പിന്നെ ചാണകപ്പൊടി എന്തെങ്കിലും ചേർത്തിട്ട് അതിൻ്റെ ചെടിയുടെ മുകൾ ഭാഗത്ത് വേര് ഭാഗത്ത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ ബ്ലാക്ക് മൂൺലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കേട്ടോ. വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് കേട്ടോ. വളരെ ഫ്ലാറ്റായിട്ട് വരുന്ന ലീഫുകളൊക്കെയാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. അതേപോലെ ഇതിൻ്റെ ലീഫുകൾക്കൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീനാണ്. അതേപോലെ ഇതിൻ്റെ സെൻറ്ററിലൊരു നല്ല പിങ്ക് കളറ് ലൈനാണ് കേട്ടോ. ഈ ലൈൻ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്പ്രെഡായി വരുന്ന ലൈനല്ല, ഇത് ഇതേപോലെ തന്നെയാണ് നിൽക്കാറുള്ളത് കേട്ടോ. എന്നിട്ടൊരു ലൈന്, ഒരു ക്രീം കളർ ലൈന് ഒരു ലീഫിൽ ഫുള്ളായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫും വളരെ ഫ്ലാറ്റായിട്ട് വരുന്ന ഒരു ലീഫാണ്. ഇതും നമ്മുടെ സിയാം ഡയമണ്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതും ആ പ്ലാന്റിനെ പോലെ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടാണ് ഇതിൻ്റെ ലീഫും വരാറുള്ളത്. പക്ഷെ നല്ല പിങ്ക് കളറ് ഒരു സ്പ്രെഡായി കിടക്കുന്ന ഒരു ലീഫ്, ഒരു കളറാണ് കേട്ടോ ഇതിൽ വരാറുള്ളത്. ഇതേപോലെ ഒരേ ഇതിൽ വരുന്ന ലൈനല്ല ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൽ ഉണ്ടാവാറുള്ളത്. ഇത് ഇത്തിരിയും കൂടെ ഒരു പിന്നെ പരന്ന് കിടക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ പിങ്ക് കളറിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള ലീഫുകളാണ് ആ ഒരു പ്ലാന്റിനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്ലാന്റുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പേൾ ഓഫ് മെലോ, അന്തിനി, ഫയർ റെഡ്, ബ്ലാക്ക് മൂൺലൈറ്റ്, സിയാം ഡയമണ്ട്. അപ്പോൾ ഈ ഒരു 5 പ്ലാന്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റുകൾ ഇതേപോലെയൊക്കെ വളരാനായിട്ട് നമുക്ക് നല്ല നാച്ചുറലായിട്ടുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. മുട്ടത്തോടൊക്കെ നമുക്ക് തൈകൾ വരാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അഗ്ലോണിമ പ്ലാന്റുകൾക്ക് പിന്നെ നല്ല നാച്ചുറലായിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ പഴുത്തലിയും സവാളത്തലിയും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളമൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഈ റെയറായിട്ട് വരുന്ന അഗ്ലോണിമക്കൊന്നും നമ്മൾ കൂടുതൽ വളങ്ങളൊന്നും തന്നെ ചേർത്ത് കൊടുക്കാൻ പാടില്ല. അതൊക്കെ പെട്ടെന്ന് റൂട്ടൊക്കെ ചീഞ്ഞ് പോയി നല്ല പെട്ടെന്ന് പോകുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ പിടിച്ച് കിട്ടാൻ തന്നെ കുറച്ച് പാടാണ്. അതുകൊണ്ട് അത്തരം വളങ്ങളൊന്നും ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സുകൾക്കൊന്നും തന്നെ ചെയ്തു കൊടുക്കരുത്. അപ്പോൾ അതേപോലുള്ള ഇതിൽ പെട്ട പ്ലാന്റുകൾ തന്നെയാണ് ഈ ഒരു അന്തിനി. അതേപോലെ പിന്നെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ 2-3 സിയാം ഡയമണ്ടും ബ്ലാക്ക് മൂൺലൈറ്റും ഈ പ്ലാന്റുകളെല്ലാം ആ ഒരു ഇതിൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ നോർമൽ വെറൈറ്റി ആണെങ്കിൽ കുറച്ച് വളങ്ങൾ ഇനിയിപ്പോൾ ചേർത്ത് കൊടുത്താലും വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് കയ്യിൽ കിട്ടിയാൽ അത് നശിച്ചു പോവാതെ തന്നെ നമ്മൾ പിടിപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുന്ന പ്ലാന്റുകളാണെങ്കിൽ ഒരു വളം ചേർക്കാതെ തന്നെ നമ്മളത് ഒരു മണ്ണും മണലും ചേർത്ത്, മണൽ കൂടുതൽ ചേർത്തൊരു പോട്ടി മിക്സിൽ സാഫും ചേർത്ത് നമ്മൾ പോട്ടി മിക്സിൽ നട്ടു കൊടുക്കണം കേട്ടോ. വേര് വന്നതിന് ശേഷം മാത്രം നമ്മൾ വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഫയർ റെഡൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണല്ലേ. നല്ലൊരു പ്രത്യേക കളറാട്ടോ ഈ ഒരു ഫയർ റെഡും. അതേപോലെ നല്ല ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ
ഈ ഇത്തരം പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതൊന്നും നോർമലായിട്ട് വരുന്ന പ്ലാന്റുകളല്ല, റെയറായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ കെയറിങ് പോലെ ഇരിക്കും കേട്ടോ. ഈ പ്ലാന്റുകൾക്കൊക്കെ, ഇത്ര ചെറിയ പ്ലാന്റുകൾക്കൊക്കെ തൈകൾ വരണമെങ്കിൽ നമ്മൾ അതുപോലെയൊക്കെ നോക്കിയെങ്കിൽ തന്നെ അതേപോലെയൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ ഈ ചെടികളൊക്കെ, ഈ ഒരു വെറൈറ്റീസൊക്കെ പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഈ പിങ്ക് വെറൈറ്റി അതേപോലെ റെഡ് വെറൈറ്റീസൊക്കെ നമുക്ക് കൂടുതൽ ശ്രദ്ധ ഇല്ലെങ്കിൽ നശിച്ചു പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് മൂൺലൈറ്റ് പ്ലാന്റൊക്കെ, അതൊക്കെ തായ് വെറൈറ്റിയാണ് കേട്ടോ. അതൊക്കെ നമ്മളെ നോർമൽ വെറൈറ്റി ഒന്നല്ല. അപ്പോൾ ഇതിനൊക്കെ നല്ല ഭംഗിയായിട്ട് വളരാനായിട്ട് നമ്മൾ ഇടയ്ക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും സാഫ് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് എല്ലാ പ്ലാന്റിൻ്റെ ലീഫിലും തണ്ടിലും ഒക്കെ തട്ടുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏതൊരു പ്ലാന്റും ഇനി റൂട്ട് നശിച്ചു പോകാൻ നിൽക്കുന്ന പ്ലാന്റുകളും നമുക്ക് അതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ രക്ഷിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അഗ്ലോണിമ പ്ലാന്റുകൾ നട്ടു കൊടുക്കുമ്പോൾ ഒരിക്കലും വലിയ പോട്ടിൽ വലിയ ചെറിയ പ്ലാന്റുകൾ നടാൻ പാടില്ല. ചെറിയ പോട്ട് തന്നെ സെലക്ട് ചെയ്യുക, ചെറിയ പ്ലാന്റുകൾ നട്ടു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ഹോളുള്ള പോട്ടുകളും നോക്കി സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അഗ്ലോണിമ പ്ലാന്റുകൾ നമുക്ക് ഒട്ടും ഒന്നുപോലും നശിച്ചു പോവാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനിയും ഒത്തിരി വെറൈറ്റീസ് നമുക്ക് പരിചയപ്പെടാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുതിയ വെറൈറ്റീസ്, ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ച പ്ലാന്റുകളുണ്ട്. അതിൻ്റെ വലിയ പ്ലാന്റുകളൊന്നല്ല കേട്ടോ, ഇപ്രാവശ്യം കുറച്ച് ചെറിയ പ്ലാന്റുകളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും വലിയ പ്ലാന്റുകൾ തന്നെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ചിലപ്പോഴൊക്കെ ചെറിയ പ്ലാന്റുകളും എടുക്കാറുണ്ട്. അപ്പോൾ അതിനി നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ അഗ്ലോണിമ പ്ലാന്റ്സുകളെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവായിരിക്കും. അത്രയും ഭംഗിയാണ് ഈ അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ ലീഫുകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സും കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ അഗ്ലോണിമ പ്ലാന്റ്സുകളാണ്. വളരെ ഹെൽത്തി ആയിട്ട് തന്നെ എല്ലാം വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ അഗ്ലോണിമ പ്ലാന്റ്സുകൾ വളർത്താം എന്നുള്ളതൊക്കെ എൻ്റെ വീഡിയോയുടെ ലിങ്കിൽ കയറി കണ്ടാൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു റെഡ് സോംപാക്റ്റ് പ്ലാന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ഷൂട്ടുകളൊക്കെ വരുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. അന്നൊരു ഷൂട്ട് ഈ ഒരു പ്ലാന്റിന് വന്നിരുന്നുള്ളൂ. ഇപ്പോൾ ഈ പ്ലാന്റിന് 3-4 ഷൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ വരാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഷൂട്ടുകളായിട്ട് ഈ പ്ലാന്റിൽ വരുന്നുണ്ട് കേട്ടോ. റെഡ് സോംപാക്റ്റിനൊക്കെ തൈകൾ വരാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരു ഷൂട്ട് വരുന്നുണ്ട്. അതേപോലെ ഈ പ്ലാന്റുമ്മേ തന്നെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് ടൈമ്. അതൊക്കെ വളർന്നു വന്നാൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ വളരെ ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ കാണാനായിട്ട്. ഇതുപോലുള്ള ഒരു പ്ലാന്റ് മതി, നല്ല ഭംഗിയാണ്. വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ പുതിയ അഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.